ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടു. ഇന്നിനി ഞങ്ങൾ അടുത്ത് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി റൂട്ടിൽ ബിദിര എന്ന മലയോര ഗ്രാമത്തിൽ ബിദിരയിൽ നിന്നും 2 കിലോമീറ്റർ മാറി വാമനപുരം നദിയിൽ തവക്കൽ എന്ന പേരിലൊരു വെള്ളച്ചാട്ടമുണ്ട്. തവക്കൽ വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബിദിര ജംഗ്ഷനിൽ നിന്നും കരിങ്ങ് ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്ററാണ് തവക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് കാണിക്കുന്നത്. ബിദിരയിൽ നിന്നും കല്ലാർ പൊന്മുടി റൂട്ടിൽ പോയിട്ട് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകാം. ബിദിര ചന്തമുക്ക് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇവിടെ നിന്ന് എത്ര ദൂരം കാണിക്കുന്നു? ഇവിടെ നിന്ന് 1 കിലോമീറ്റർ, കറക്റ്റ് 1 കിലോമീറ്റർ, കൃത്യം 1 കിലോമീറ്ററാണ് കാണിക്കുന്നത് ചന്തമുക്കിൽ. കഴിഞ്ഞ ആഴ്ചത്തെ മഴയിൽ ഈ വലിയൊരു മരം ഒഴുകി വരികയും ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള പയ്യന്മാർ ചേർന്ന് ഇതിനെ പിടിച്ച് ഇവിടെ അടുപ്പിച്ച് വയ്ക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. മലവേപ്പല്ലേ, മലവേപ്പെന്നാണ് പറയുന്നത്. നിങ്ങൾ വീട് ഇവിടെ തന്നെയാണ്? മുകളിലാണ് സ്ഥിരം കുളിക്കട. ഒത്തിരി ആൾക്കാർ വരുന്നില്ലേ ഇപ്പോൾ? പറഞ്ഞാൽ കേൾക്കാതെയൊക്കെ വരുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു പിള്ളേരുള്ളൊരു വഴി അതിനകത്ത് സ്ഥലത്തിനായിട്ട് കാലിൽ മരണപ്പെട്ടു ഐസറിൽ ജോലിയാണ്. ഓ, അപ്പോൾ ഇവിടെ അങ്ങനെ അപകടം നടക്കുന്ന ഒരുപാട് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഒരുപാട് അപകടം നടന്നു. ഏകദേശം എത്രയോളം പേര് മരിച്ചിട്ടുണ്ട്? അവിടെ നല്ല താഴ്ച ഉണ്ടല്ലേ, കയമാണ്? താഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 7 ആൾ താഴ്ചയോളം വെള്ളമുണ്ട് അവിടെ.
പിന്നെ ആ ഭാഗങ്ങളെല്ലാം നല്ല താഴ്ചയായിരുന്നു. ഇപ്പോൾ 92 ഉരുള് പൊട്ടിയതിനേറ്റവും കുറേ കയങ്ങളെല്ലാം തോന്നുന്നു. കിണർ വലിയൊരു കിണറുണ്ടായിരുന്നു അതിനുള്ളിൽ. നമ്മൾ വള്ളം ഊന്ന കഴ അതിനകത്തിട്ട് പോലും അതിപ്പോൾ അത് കുറേ നിയമം മാത്രമല്ല, കംപ്ലീറ്റ് പാറ എടുക്കുകയാണല്ലേ. അതിനൊക്കെ ചെറിയ ചെറിയ കുഴികളുണ്ടോ. ഏറ്റവും ലാസ്റ്റ് മരണപ്പെട്ടത് ഈ ചെന്നൈയിലുള്ള ഒരു ട്രെയിനാണ്. ചെന്നൈയിലുള്ള ഒരാൾ. അടുത്ത കാലത്ത് എത്ര നാൾ വരും? 2 മാസം അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം, ഈ കല്ലാറാണ് വാമനപുരം നദി എന്ന് പറയപ്പെടുന്നെങ്കിലും കല്ലാറാണ് വരുന്നത്. കല്ലാറിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉള്ള ഒരു ആറാണ് കല്ലാർ, വാമനപുരം നദി. തവക്കൽ വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിർദ്ദേശം തരാനോ ഒന്നും ആൾക്കാരും ഇല്ല. അതായത് പഞ്ചായത്ത് ഇപ്പം വികസനത്തിന് വേണ്ടി പറഞ്ഞിട്ടേ ഉള്ളൂ. പഞ്ചായത്തുകാർ ബോർഡ് വെച്ച്, സുരക്ഷാ ബോർഡ് വെച്ചിരുന്നു. അത് പയ്യന്മാരൊന്ന് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞു. അതിൻ്റെ ബാക്കി ഭാഗമാണ് തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരവരെ ജീവൻ അവരവർ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. ചിലപ്പോൾ ഇവിടെ നാട്ടുകാരെ ആരെങ്കിലും കാണും, ഇവിടെ അവർ സ്ഥിരം പറയുന്നത് അനുസരിക്കുക. അത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് 2 മാസം മുമ്പ് ചെന്നൈയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി, ഐസറിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥി മുങ്ങി മരണപ്പെട്ടു. അപ്പോൾ ഇതുപോലെ അനേകം വലിയമല ഐസറിൽ. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ അപകടത്തിൽ ഒത്തിരി പേര് മരിച്ച ഒരു സ്ഥലമാണ് ഇവിടെ. ഏകദേശം 7 താഴ്ച ഉണ്ടാവുന്ന പറയുന്ന ആ കയത്തിൽ. അതുകൊണ്ട് ഇവിടെ വരുന്നവർ കുളിക്കുന്നെങ്കിൽ ഈ സൈഡിൽ നിന്ന് കുളിക്കുക, ഉള്ളിലോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബിദിരയിലെ തവക്കൽ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടു കാണും. അധികം പുറം ലോകം അറിയാതെ കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്, അതിമനോഹരമായ വെള്ളച്ചാട്ടം. മിക്കവാറും ഇവിടെ കുളിക്കാൻ ആൾക്കാർ എത്തുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു സംഘം ആൾക്കാർ ഇവിടെ കുളിക്കാനുണ്ടായിരുന്നു. ഫാമിലിയായിട്ടാണ് വരുന്നത്. ഇവിടെ ഏകദേശം 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ബാത്റൂമും മറ്റുള്ള പാർക്കും ബാക്കിയുള്ള ഫെസിലിറ്റീസിന് വേണ്ടി. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി ഇവിടെ മാറാൻ സാധ്യതയുണ്ട്, മാറാൻ പോവുകയാണ്. പൊന്മുടിയിലേക്ക് പോകുന്നവർ ഉറപ്പായും ബിദ്രയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള തവക്കൽ വെള്ളച്ചാട്ടം കാണാൻ നടക്കരുത്. ഇനിയും ഈ ഭാഗത്ത് കാഴ്ചകൾ ഒരുപാടുണ്ട്. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.